കസ്റ്റമർ നോ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? സോറി പറഞ്ഞ് ആ കോൺവെർസേഷൻ വൈൻഡ് അപ്പ് ചെയ്യുമോ? എങ്കിൽ വലിയൊരു മിസ്റ്റേക്കാണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം നോ എന്നുള്ളത് ഒരു എൻഡ് അല്ല, അതൊരു ബിഗിനിങ് ഓഫ് ദ റിയൽ കോൺവെർസേഷൻ ആണ്. നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആക്ച്വൽ കോൺവെർസേഷന്റെ ഒരു റിയൽ ബിഗിനിങ് ആണത്. ഒരുപാട് സെയിൽസ് പേഴ്സൺസിന് ഒരു തോട്ട് ഉണ്ട്, കസ്റ്റമർ നോ പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് അവിടെ തീർന്ന് അവർക്കൊരു ഓക്വേർഡ് ആയിട്ടുള്ള ഫീൽ ആവും. പിന്നെ വേറെ എന്തെങ്കിലും ടോപ്പിക്ക് പറഞ്ഞാൽ അത് ടോപ്പിക്ക് ഡീവിയേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും, അല്ലെങ്കിൽ സോറി പറഞ്ഞ് ഡിസ്കണക്ട് ചെയ്യും. ഒരു കസ്റ്റമർ ഫസ്റ്റ് നോ പറയുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി അവർ കൺവിൻസ്ഡ് അല്ല എന്നുള്ളതാണ് അർത്ഥം. അതൊരു ഫൈനൽ ഡിസിഷൻ. കസ്റ്റമർ നോ പറഞ്ഞാൽ പാനിക് ആകരുത്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഇവരെങ്ങനെ അപ്രോച്ച് ചെയ്യാന്നുള്ളതിന് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, ജസ്റ്റ് ഫോർ ക്യൂരിയസ്, ലൈക്ക് എന്തായിരുന്നു നിങ്ങളുടെ കൺസേൺ, സാറിന്റെ കൺസേൺ എന്തായിരുന്നു എന്നുള്ളതൊന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യാനായിട്ട് അവരോട് ചോദിച്ചാൽ മതി. 90% ആളുകളും ടൈം ഇഷ്യൂ, പ്രൈസ്, ഇങ്ങനത്തെ ഒരു ഒബ്ജെക്ഷൻസും ആയിട്ട് പിന്നീട് വരും. സോ അവിടെ നമുക്ക് ദ റിയൽ പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നോട്ട് ഓൺലി ദ പ്രസന്റേഷൻ, ആ ഒബ്ജെക്ഷനെ ഹാൻഡിൽ ചെയ്യാൻ കൂടെ നിങ്ങൾ അവിടെ ചെയ്യണം. സോ ഇന്നത്തെ നമ്മുടെ സെയിൽസ് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കസ്റ്റമർ നോ പറഞ്ഞു കഴിഞ്ഞാൽ ഗിവ് അപ്പ് ചെയ്യരുത്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, കൺസേൺ എന്താണെന്നുള്ളത്. സോ നോ മീൻസ് അത് മനസ്സിലാക്കുന്ന സെയിൽസ് പേഴ്സൺ വിൻ ചെയ്യും. സെയിൽസ് ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ. നെക്സ്റ്റ് ടൈം നിങ്ങളുടെ കസ്റ്റമറോട് സംസാരിക്കുമ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ആൻഡ് ഇറ്റ്സ് മീ ഫാസിൽ. റിയൽ ലൈഫ് സെയിൽസ് എക്സ്പീരിയൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ടൈം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഡു ഫോളോ.